നമസ്കാരം കുഞ്ഞുങ്ങളെ. 8th സ്റ്റാൻഡേർഡിലെ ഫിസിക്സിലെ മാഗ്നറ്റിസം എന്നുള്ള ചാപ്റ്ററിന്റെ 3rd പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മാഗ്നറ്റിസം എന്നുള്ള ചാപ്റ്ററിന്റെ ഫസ്റ്റ് 2 പാർട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു. കുറേ പോയിന്റ്സ് നമ്മൾ മാഗ്നറ്റുകളെ കുറിച്ചിട്ട് പറഞ്ഞു. അതെല്ലാം എല്ലാവരും കണ്ടു കാണുമെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ 3rd പാർട്ടിൽ നമുക്ക് ഇതുവരെ പരിചയമില്ലാത്ത കുറേ പുതിയ ടേംസ് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യ അവസാനം നന്നായി ഈ വീഡിയോ വാച്ച് ചെയ്യുക. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പുതിയ കുറേ പോയിന്റ്സ് പറയുന്നു എന്ന് പറഞ്ഞുവല്ലോ. അതിലെ ഫസ്റ്റ് പോയിന്റ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ. എന്താണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ? അപ്പോൾ ആ ഒരു മാഗ്നറ്റിക് ഇൻഡക്ഷനെ കുറിച്ചിട്ട് പറയുന്നതിന് മുൻപ് നമ്മൾ പണ്ട് കുട്ടിക്കാലത്ത് കളിക്കുന്ന ഒരു കളിയുണ്ട്. എന്താണെന്ന് അറിയാമോ? ഒരു ബാർ മാഗ്നറ്റ് എടുക്കുക. ഒരു ബാർ മാഗ്നറ്റ് എടുത്തിട്ട് ആ മാഗ്നറ്റിന്റെ അഗ്രഭാഗത്ത്, നോർത്തും സൗത്തും അതിൽ മാർക്ക് ചെയ്തിരിക്കും എന്നറിയാമല്ലോ. അതിന്റെ അഗ്രഭാഗത്ത് നോർത്ത് മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗത്ത് ഒരു മുട്ട് സൂചിയുടെ ആ മുട്ട് പോലുള്ള ഭാഗം ചേർത്ത് വെക്കുക. എന്ത് സംഭവിക്കും? ആ ബാർ മാഗ്നറ്റ് മുട്ടുസൂചി അട്രാക്ട് ചെയ്യും. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ അട്രാക്ട് ചെയ്യും. അത് നമ്മൾ എപ്പോഴും കണ്ടും കേട്ടും പറഞ്ഞും പഠിച്ചും ഒക്കെ മനസ്സിലാക്കിയ കാര്യമാണ്. എന്നാൽ ഇനിയും ചെയ്യാൻ പോകുന്ന കാര്യം അത് എന്തുകൊണ്ടാണെന്നുള്ളതിന്റെ റീസൺ നിങ്ങൾ പറയണം. എന്താണെന്നറിയാമോ? വേറൊരു മുട്ടുസൂചി, ഈ ആദ്യത്തെ ബാർ മാഗ്നറ്റിന്റെ അഗ്രഭാഗത്ത് നമ്മളൊരു മുട്ടുസൂചി പിടിപ്പിച്ചുവല്ലോ. ഈ മുട്ടുസൂചിയുടെ അറ്റം, ആ കൂർത്തിരിക്കുന്ന വശത്ത് വേറൊരു മുട്ടുസൂചിയുടെ മുട്ട് പോലുള്ള ഭാഗം ചേർത്ത് വെക്കുക. എന്ത് സംഭവിക്കും? ഈ രണ്ടാമത്തെ മുട്ടുസൂചി ആദ്യത്തെ മുട്ടുസൂചിയിൽ അട്രാക്ട് ചെയ്യപ്പെട്ടതായി കാണാം. എന്തുകൊണ്ടാണെന്നറിയാമോ? എന്തുകൊണ്ടാണത്? ആദ്യത്തെ മുട്ടുസൂചി ഒരു മാഗ്നറ്റ് ആണോ? അല്ല അല്ലെ? പിന്നെ എന്തുകൊണ്ടാണ് ആ രണ്ടാമത്തെ മുട്ടുസൂചിയെ ആദ്യത്തെ മുട്ടുസൂചിയെ അട്രാക്ട് ചെയ്തത്? അതെ, അതായത് ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസിന് ഒരു പെർമനന്റ് മാഗ്നറ്റിന്റെ സാന്നിധ്യത്തിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ലഭിക്കുന്നു. ഈ ഒരു പ്രതിഭാസം, ഈ ഒരു പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ. മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് എ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അക്വയർ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇൻ ദ പ്രസൻസ് ഓഫ് എ പെർമനന്റ് മാഗ്നറ്റ്. നമുക്കതൊന്ന് വരച്ചു നോക്കാം. ഇത് നോക്കൂ, ഇതാണ് നമ്മുടെ ബാർ മാഗ്നറ്റ്. അതിന്റെ നോർത്ത് സൗത്ത് ഇങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കും അല്ലേ? അപ്പൊ ഈ നോർത്ത് എന്ന് പറയുന്ന ആ ഭാഗത്താണ് നമ്മൾ എന്ത് വെക്കുന്നത്? മുട്ടുസൂചി വെക്കുന്നത് അല്ലേ? മുട്ടുസൂചി വെക്കുന്നത്. അപ്പം ഈ മുട്ടുസൂചിയുടെ അഗ്രഭാഗം ബാർ മാഗ്നറ്റിന്റെ നോർത്തിൽ അട്രാക്ട് ചെയ്യപ്പെടും. ഇതൊരു എന്ത് വസ്തുവാണ്? കാന്തിക വസ്തുവാണ്, മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. അതുകൊണ്ടാണ് അത് നമ്മുടെ ബാർ മാഗ്നറ്റിൽ അട്രാക്ട് ചെയ്യപ്പെട്ടത്. അപ്പൊ ഈ ബാർ മാഗ്നറ്റിന്റെ സാന്നിധ്യത്തിൽ നമ്മുടെ മുട്ടുസൂചിക്ക് എന്ത് കിട്ടും? മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടുന്നു. അതൊരു താൽക്കാലിക കാന്തമായിട്ടാണ് മാറുന്നത്. സ്ഥിരമായിട്ട് ഈ ഒരു കാന്തത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ ഇതിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ലഭിക്കുന്നുള്ളൂ. ഇങ്ങനെ ഒരു കാന്തത്തിന്റെ സാന്നിധ്യത്തിൽ ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ലഭിക്കുന്നതിന് പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പൊ ആ മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഫലമായിട്ട് ഈ മുട്ടുസൂചി അതിന്റെ അഗ്രഭാഗത്തുള്ള വേറൊരു മുട്ടുസൂചിയെ അട്രാക്ട് ചെയ്യും അല്ലേ? ഈ ഒരു ബാർ മാഗ്നറ്റിന് ഇങ്ങനെ മുട്ടുസൂചികളെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ഈ ഒരു ബാർ മാഗ്നറ്റിന്റെ സാന്നിധ്യത്തിൽ ആദ്യത്തെ മുട്ടുസൂചി മാഗ്നറ്റായി മാറി അത് അടുത്ത മുട്ടുസൂചിയെ അട്രാക്ട് ചെയ്തു. അങ്ങനെ അതും ഒരു ടെമ്പററി മാഗ്നറ്റായി അടുത്ത മുട്ടുസൂചിയെ അട്രാക്ട് ചെയ്തു. ഈ ഒരു പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരെന്താണ്? മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അങ്ങനെ ലഭിച്ച മാഗ്നറ്റിന് നമ്മൾ പറയുന്ന പേര് ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റ്. ഇങ്ങനെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ലഭിച്ച മാഗ്നറ്റിന് പറയുന്ന പേര് ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റ്. ഇനി നമ്മൾ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് പറഞ്ഞു. അങ്ങനെ ലഭിക്കുന്ന മാഗ്നറ്റിന്റെ പേരും പറഞ്ഞു. എന്താണ്? ഒരു പെർമനന്റ് മാഗ്നറ്റിന്റെ സാന്നിധ്യത്തിൽ ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ലഭിക്കുന്നതെന്ന് പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അങ്ങനെ ലഭിക്കുന്ന മാഗ്നറ്റിന്റെ പറയുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റ്. ഇനി എല്ലാ മാഗ്നറ്റിക് സബ്സ്റ്റൻസിനും ഒരുപോലെയാണോ ഒരു പെർമനന്റ് മാഗ്നറ്റിന്റെ സാന്നിധ്യത്തിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ലഭിക്കുന്നത്? അല്ല. നമ്മൾ സോഫ്റ്റ് അയണിനെയും സ്റ്റീലിനെയും എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ്. ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ലഭിക്കുന്ന കാര്യത്തിൽ നമ്മുടെ സോഫ്റ്റ് അയണും സ്റ്റീലും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. എന്താണെന്നറിയാമോ? സോഫ്റ്റ് അയണിന് ലഭിക്കുന്ന മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുടെ സ്ട്രെങ്ത് വളരെ കൂടുതലായിരിക്കും. അതായത് ഒരു പെർമനന്റ് മാഗ്നറ്റിന്റെ സാന്നിധ്യത്തിൽ ശക്തിയേറിയ താൽക്കാലിക കാന്തമായിട്ട് മാറാനുള്ള കഴിവ് ആർക്കുണ്ട്? സോഫ്റ്റ് അയണിനുണ്ട്. പക്ഷേ ഈ സോഫ്റ്റ് അയൺ അതിന് ലഭിച്ച മാഗ്നറ്റിക് പ്രോപ്പർട്ടി നിലനിർത്താനുള്ള കഴിവ്, റീറ്റെയിൻ ചെയ്യാനുള്ള കഴിവ് ആർക്ക് കുറവാണ്? സോഫ്റ്റ് അയണിന് കുറവാണ്. നേരെ ഓപ്പോസിറ്റ് ആണ് സ്റ്റീലിന്റെ കാര്യം. ഈ ഒരു മാഗ്നറ്റിന്റെ സാന്നിധ്യത്തിൽ അത്രമേൽ ശക്തിയേറിയ ഒരു കാന്തമായിട്ട് ആക്ട് ചെയ്യാൻ ആർക്ക് കഴിയില്ല? സ്റ്റീലിന് കഴിയുകയില്ല. അതായത് കൂടുതൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി
അറ്റൈൻ ചെയ്യാനുള്ള കഴിവ് സ്റ്റീലിനെ അപേക്ഷിച്ച് സോഫ്റ്റ് അയണിന് കൂടുതലാണ്. ആ ഒരു പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് സസെപ്റ്റിബിലിറ്റി. Susceptibility എന്താണ്? It is the ability of a magnetic substance to attain magnetic property in the presence of a strong magnet, in the presence of a permanent magnet. ഒരു പെർമനന്റ് മാഗ്നറ്റിന്റെ സാന്നിധ്യത്തിൽ ഒരു വസ്തുവിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ലഭിക്കുക. ഇത്രമേൽ ശക്തിയേറിയ കാന്തമായി മാറാനുള്ള കഴിവ് അതിന് ലഭിക്കുന്നു. അതിന് ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അറ്റൈൻ ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് സസെപ്റ്റിബിലിറ്റി. സസെപ്റ്റിബിലിറ്റി കൂടുതൽ ഏതിനാണ്? സോഫ്റ്റ് അയണിനാണോ സ്റ്റീലിനാണോ? സോഫ്റ്റ് അയണിനാണ് സസെപ്റ്റിബിലിറ്റി കൂടുതൽ. അതായത് പെർമനന്റ് മാഗ്നറ്റിന്റെ സാന്നിധ്യത്തിൽ കൂടുതൽ ശക്തിയേറിയ കാന്തമായി മാറുന്നത് സോഫ്റ്റ് അയണാണ്. ഇനിയും ആ ഒരു കിട്ടിയ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നിലനിർത്താനുള്ള കഴിവ് ആർക്കാണ് കൂടുതൽ എന്നറിയാമോ? സ്റ്റീലിനാണ്. സോഫ്റ്റ് അയണിനെ അപേക്ഷിച്ച് ആ കിട്ടിയ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കൂടുതൽ കാലത്തേക്ക് റിട്ടേൺ ചെയ്യാനുള്ള കഴിവ് ആർക്കാണ് കൂടുതൽ? സ്റ്റീലിനാണ്. ആ ഒരു പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരെന്താണെന്ന് അറിയാമോ? റീറ്റെന്റിവിറ്റി. Upper is the property of a magnetic substance to retain its magnetism acquired due to magnetic induction. Magnetic induction വഴി ലഭിക്കുന്ന ആ ഒരു മാഗ്നറ്റിസം കൂടുതൽ കാലത്തേക്ക് സൂക്ഷിച്ചു വെക്കാനുള്ള ആ ഒരു കഴിവിന് പറയുന്ന പേരാണ് റീറ്റെന്റിവിറ്റി. റീറ്റെന്റിവിറ്റി കൂടുതൽ ഏതിനാണ്? സ്റ്റീലിനാണ്. അപ്പോൾ സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാനായിട്ട് നമ്മുടെ സോഫ്റ്റ് അയൺ ആണോ ഉപയോഗിക്കാൻ സാധ്യത? സ്റ്റീലായിരിക്കും. സ്ഥിരകാന്തങ്ങൾ പെർമനന്റ് മാഗ്നറ്റ് നിർമ്മിക്കാനായിട്ട് ഈ രണ്ട് വസ്തുക്കളിൽ ഏതായിരിക്കും കൂടുതലായി ഉപയോഗിക്കുന്നത്? സ്റ്റീൽ ആയിരിക്കും അല്ലെ. പെർമനന്റ് മാഗ്നറ്റ് നിർമ്മിക്കാനായിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ സാധ്യത ഏതാണ്? സ്റ്റീൽ. എന്തുകൊണ്ടാണ്? റീറ്റെന്റിവിറ്റി ഓഫ് സ്റ്റീൽ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് സോഫ്റ്റ് അയൺ. കൂടുതൽ കാലത്തേക്ക് ലഭിച്ച മാഗ്നറ്റിക് പ്രോപ്പർട്ടി നിലനിർത്താനുള്ള കഴിവ് സ്റ്റീലിനുള്ളത് കൊണ്ട് പെർമനന്റ് മാഗ്നറ്റ് നിർമ്മിക്കാനായിട്ട് എന്തുപയോഗിക്കുന്നു? സ്റ്റീൽ ഉപയോഗിക്കും. പക്ഷേ കുറഞ്ഞ കാലത്തേക്ക്, അതായത് ശക്തിയേറിയ ടെമ്പററി മാഗ്നറ്റ്സ് നിർമ്മിക്കാനായിട്ട് ഏതാണ് ഉപയോഗിക്കാൻ സാധ്യത? നമ്മുടെ സോഫ്റ്റ് അയൺ. നമ്മൾ കണ്ടിട്ടില്ലേ ഈ ക്രെയിനൊക്കെ വലിയ വെയിറ്റ്, ഈ ആക്സിഡന്റ് ഒക്കെ സംഭവിക്കുമ്പോൾ വലിയ ലോറികളൊക്കെ താഴെ വലിയ അഗാധമായ ഗർത്തങ്ങളിലൊക്കെ പതിക്കുമ്പോൾ അത് ഉയർത്തിക്കൊണ്ട് വരണ്ടേ? മാഗ്നറ്റ് ഉപയോഗിച്ച്, ടെമ്പററി മാഗ്നറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. അങ്ങനെ ശക്തിയേറിയ കാന്തങ്ങൾ നിർമ്മിക്കാനായിട്ട് എന്താണ് ഉപയോഗിക്കുന്നത്? സോഫ്റ്റ് അയൺ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് മാഗ്നറ്റിക് ഫീൽഡ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് പറയുന്നതിന് മുമ്പ് നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാം. ഇതൊരു ബാർ മാഗ്നറ്റ് ആണ്, നോർത്ത് സൗത്ത്. ഈ ബാർ മാഗ്നറ്റിന്റെ കുറേ ദൂരെയായിട്ട് നമ്മളൊരു ഇരുമ്പാണി വെക്കുന്നു. എ എന്ന് പറയുന്ന പോയിന്റിൽ നമ്മളൊരു ഇരുമ്പാണി വെക്കുന്നു. ഈ ഇരുമ്പ് ഒരുപാട് ഡിസ്റ്റൻസിലാണ്. ഈ ഇരുമ്പാണിക്ക് ബാർ മാഗ്നറ്റിൽ അട്രാക്ഷൻ ഉണ്ടാവുമോ? ഇല്ല അല്ലേ. എന്ത് ചെയ്യുന്നു? ഈ ഇരുമ്പാണി എടുത്ത് മാറ്റിയിട്ട് ഇവിടെ ആയിട്ട് വെക്കുന്നു, ബി എന്ന് പറയുന്ന പോയിന്റിൽ വെക്കുന്നു. അപ്പോഴും ഇരുമ്പാണി ആ ഒരു ബാർ മാഗ്നറ്റിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നില്ല. കുറെ കൂടി അടുത്തേക്ക് കൊണ്ടുവരുന്നു, സിയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ഇരുമ്പാണി സിയിൽ നിൽക്കുന്നില്ല, പെട്ടെന്ന് തന്നെ അത് അട്രാക്ട് ചെയ്ത് അടുത്തേക്ക് വരും അല്ലെ. അതായത് ഈ സി എന്ന് പറയുന്ന പോയിന്റിൽ എത്തിയപ്പോഴാണ് ഈ ഇരുമ്പാണി ബാർ മാഗ്നറ്റിലേക്ക് അട്രാക്ട് ചെയ്യപ്പെട്ടത്. എയിൽ ഇരുന്നപ്പോഴും അട്രാക്ട് ചെയ്തില്ല, ബിയിൽ ഇരുന്നപ്പോഴും അട്രാക്ട് ചെയ്തില്ല. അതിനർത്ഥം എന്താണ്? നമ്മുടെ ഈ ഒരു ബാർ മാഗ്നറ്റിന്റെ ഫോഴ്സ് എവിടെ മുതലേ ആക്ട് ചെയ്യപ്പെടുന്നുള്ളൂ? ഇത്രയും ഏരിയയിലെ ആക്ട് ചെയ്യപ്പെടുന്നുള്ളൂ അല്ലെ. ഇതിനപ്പുറത്തോട്ട് ആ ഒരു ബാർ മാഗ്നറ്റിന്റെ ഫോഴ്സ് വരുന്നില്ല അല്ലെ. അപ്പോൾ ഒരു മാഗ്നറ്റിന് ചുറ്റും അതിന്റെ മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട് അല്ലെ. ആ ഒരു ഏരിയയ്ക്ക് അപ്പുറം ആ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫോഴ്സ് വരുന്നില്ല. ആ ഏരിയയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ്. Magnetic field is the field around which the magnetic force is experienced. ഒരു മാഗ്നറ്റിന് ചുറ്റും അതിന്റെ ഫോഴ്സ് വരുന്ന ആ ഒരു ഏരിയയ്ക്ക് പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് പറഞ്ഞുവല്ലോ. ഒരു മാഗ്നറ്റിന് ചുറ്റും അതിന്റെ ഫോഴ്സ് അനുഭവപ്പെടുന്ന ഏരിയയ്ക്ക് പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഇനി ഒരു മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അഥവാ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വഴിയാണ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്തത് അതാണ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. അപ്പൊ ഇതിലേക്ക് തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് പഴയതുപോലെ ആ ഒരു ബാർ മാഗ്നറ്റ് വേണം, ഒരു മാഗ്നറ്റിക് കോമ്പസ് വേണം. അതായത് ഉള്ളിലെ മാഗ്നറ്റിക് നീഡിലുള്ള ഒരു കോമ്പസ് നമ്മൾ പഠിച്ചുവല്ലോ. മാഗ്നറ്റിക് കോമ്പസ് എന്താണെന്ന്
ഒരു ചെറിയ മാഗ്നറ്റിക് കോമ്പസും എടുക്കുക, ഒരു ബാർ മാഗ്നറ്റും എടുക്കുക. ഒരു പ്ലെയിൻ പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിന്റെ നടുക്കായിട്ട് നമ്മുടെ ഈ ഒരു മാഗ്നറ്റിക് നീഡിലുണ്ടല്ലോ, കോമ്പസ്, ചെറിയ മാഗ്നറ്റിക് കോമ്പസ് അങ്ങോട്ട് വെക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് കോമ്പസ് ഇരിക്കട്ടെ. അപ്പൊ വെക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് മാഗ്നറ്റിക് കോമ്പസിന്റെ ആ ഒരു നീഡിൽ എപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷൻ കാണിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഈ മാഗ്നറ്റിക് നീഡിൽ എങ്ങനെ കാണിക്കും? ഇങ്ങനെ കാണിക്കും. കോമ്പസ് വെച്ചിട്ട് നമ്മൾ നോർത്ത് സൗത്ത് മനസ്സിലാക്കിയല്ലോ. എന്നിട്ട് നമ്മുടെ ബാർ മാഗ്നറ്റ് എടുത്തിട്ട് ബാർ മാഗ്നറ്റിന്റെ നോർത്ത് ഇവിടെയും സൗത്ത് ഇവിടെയായിട്ട് വെക്കുക. അപ്പൊ ആ ഒരു ഡയറക്ഷൻ നോർത്ത് സൗത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ആ കോമ്പസ് വെച്ചത്. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ ബാർ മാഗ്നറ്റ് ഇങ്ങനെ വെച്ചുവല്ലോ, എന്നിട്ട് നമ്മുടെ പഴയ കോമ്പസ് എടുത്തിട്ട് ഇതിന്റെ ഈ നോർത്തിൽ എവിടെയെങ്കിലും ആയിട്ട് ആ കോമ്പസ് വെക്കുക. അപ്പൊ ഇവിടെ വെച്ച് എന്ത് സംഭവിക്കും? ഇത് നോർത്താ, ബാർ മാഗ്നറ്റിന്റെ നോർത്ത് ഭാഗത്തേക്ക് വരുന്നത് ഈ മാഗ്നറ്റിക് നീഡിലിന്റെ ഏത് ഭാഗമായിരിക്കും? സൗത്ത് ആയിരിക്കും അല്ലെ. മാഗ്നറ്റിക് നീഡിലിന്റെ ഈ നോർത്താണ് നമ്മൾ ആരോ മാർക്ക് യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ സൗത്ത് എവിടെ ആയിരിക്കും? ഇവിടെ. അപ്പൊ ഈ ആരോ ഇവിടെ അല്ലേ കാണുന്നത്, അവിടെ ഒരു ഡോട്ട് ഇടുക. എന്നിട്ട് ഈ നമ്മുടെ ഈ കോമ്പസ് വീണ്ടും എടുത്ത് ആ ഒരു പോയിന്റിന്റെ അവിടെ വെക്കുക. കോമ്പസ് ഇവിടെ വെക്കുക. അപ്പൊ വീണ്ടും അതെന്ത് കാണിക്കും? ഇവിടെ സൗത്തല്ലേ വരും, നോർത്ത് ഇങ്ങനെ കാണിക്കും. അപ്പൊ അവിടെ ഒരു ഡോട്ട് ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ തിരിച്ച് കോമ്പസ് വീണ്ടും ഇവിടെ എടുത്തു വെക്കുന്നു, അവിടെ മാർക്ക് ചെയ്യുന്നു. അങ്ങനെ ഈ പ്രോസസ്സ് ചെയ്ത് 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 നമുക്ക് കുറേ ഡോട്ട്സ് കിട്ടും, സെറ്റ് ഓഫ് ഡോട്ട്സ് കിട്ടും. അതെന്നിട്ട് അവസാനം ഇങ്ങനെ ആയിരിക്കും വന്നു ചേരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇത്. നമുക്ക് ഒരു സെറ്റ് ഓഫ് ലൈൻസ് കിട്ടി. ഇനിയും ഇതുപോലെ കുറേ നമുക്ക് വരയ്ക്കാൻ പറ്റും. എന്ത് ചെയ്യണം? അടുത്തത് വീണ്ടും നമ്മുടെ മാഗ്നറ്റിക് നീഡിൽ കോമ്പസ് കൊണ്ട് ഇവിടെ വെക്കുക. അവിടെ നോർത്ത് ഇങ്ങനെ കാണിക്കുമല്ലോ. അപ്പൊ അങ്ങനെ നമുക്ക് എവിടെയും വരയ്ക്കാം. അപ്പൊ നോർത്തിൽ നിന്ന് തുടങ്ങി സൗത്തിൽ അവസാനിക്കത്തക്ക രീതിയിലാണ് ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് വരുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇവിടെയും വരയ്ക്കാം. നമ്മുടെ ബാർ മാഗ്നറ്റ് വെച്ചിട്ട് അതിന്റെ ചുറ്റും മാഗ്നറ്റിക് നീഡിൽ ഉപയോഗിച്ചിട്ട് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയും വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഈ കണ്ടോ, ഈ ഇവയ്ക്ക് പറയുന്ന പേരാണ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. ഒരു മാഗ്നറ്റിന് ചുറ്റും മാഗ്നറ്റിന്റെ ഫോഴ്സ് അനുഭവപ്പെടുന്ന മേഖലയിൽ കാണുന്ന ഇമാജിനറി ലൈൻസ്. ഈ ലൈൻസ് യഥാർത്ഥത്തിലുള്ളതല്ല, മാഗ്നറ്റിക് ഫോഴ്സിന്റെ ക്രമീകരണം. അതാണ് ഇമാജിനറി ലൈൻ ഉപയോഗിച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ് ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ പ്രത്യേകതകൾ, അതിന്റെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? അവ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടോ? എവിടെയെങ്കിലും വെച്ച് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് കൂട്ടിമുട്ടുന്നുണ്ടോ? ഇല്ല. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. അതുപോലെ തന്നെ ഇതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? എല്ലാ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സും നോർത്തിൽ നിന്ന് തുടങ്ങി സൗത്തിൽ അവസാനിക്കത്തക്ക രീതിയിലാണ് വന്നിരിക്കുന്നത്. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് സ്റ്റാർട്ട്സ് ഫ്രം നോർത്ത് ആൻഡ് എൻഡ്സ് ടു സൗത്ത് അല്ലെ. നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സൗത്തിൽ അവസാനിക്കത്തക്ക രീതിയിലാണ് ഒരു ബാർ മാഗ്നറ്റിന്റെ ഔട്ട് സൈഡിലുള്ള മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. ഇനി മാഗ്നറ്റിന് അകത്തോ ലൈൻസ് ഓഫ് ഫോഴ്സ് ഇവിടെ വന്നിട്ടത് സൗത്തിൽ നിന്ന് നോർത്തിലേക്ക്, ആ രീതിയിലായിരിക്കും മാഗ്നറ്റിന്റെ അകത്തുള്ള മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആർ ദ ഇമാജിനറി ലൈൻസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഈസ് യൂസ് ടു റെപ്രസെന്റ് മാഗ്നറ്റിക് ഫോഴ്സ്. മാഗ്നറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. അത് ഇമാജിനറി ലൈൻസ് ആണ്. അത് എപ്പോഴും നോർത്ത് പോളിൽ സ്റ്റാർട്ട് ചെയ്ത് സൗത്ത് പോളിൽ അവസാനിക്കത്തക്ക രീതിയിലാണ് ഉള്ളത്. അവ പരസ്പരം ഇന്റർസെക്ട് ചെയ്യുന്നില്ല. ഇൻസൈഡ് ദ മാഗ്നറ്റ് ആണെങ്കിലോ സൗത്ത് പോളിൽ തുടങ്ങി നോർത്തിൽ അവസാനിക്കുന്നു അല്ലെ. പിന്നെ അതുപോലെ തന്നെ ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ വേറൊരു പ്രത്യേകത നോക്കിയേ, ഏറ്റവും കൂടുതൽ ലൈൻസ് ഓഫ് ഫോഴ്സ് എവിടെയാണ്? ഇവിടേക്ക് വരുന്നതോറും മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് തമ്മിലുള്ള അകലം കൂടിയാണ് വരുന്നത് അല്ലെ. അപ്പൊ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പോൾസില്.
നമ്മൾ നേരത്തെ പഠിച്ചു, പോൾസിലാണ് ഒരു മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും? പോൾസിലായിരിക്കും. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? മാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിച്ചു, ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം പഠിച്ചു, സസെപ്റ്റിബിലിറ്റി പഠിച്ചു, റിറ്റൻറ്റിവിറ്റി പഠിച്ചു, പിന്നെ എന്ത് പഠിച്ചു? മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പം ആദ്യത്തെ പോയിന്റ് എന്തായിരുന്നു? മാഗ്നറ്റിക് ഇൻഡക്ഷൻ. എന്താണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ? ഒരു പെർമനന്റ് മാഗ്നറ്റിന്റെ സാന്നിധ്യത്തിൽ ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ലഭിക്കുന്നതിന് പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ. മാഗ്നറ്റിക് ഇൻഡക്ഷൻ എല്ലാ മാഗ്നറ്റിക് സബ്സ്റ്റൻസിനും ഒരുപോലെയല്ല ലഭിക്കുന്നത്. ഒരു പെർമനന്റ് മാഗ്നറ്റിന്റെ സാന്നിധ്യത്തിൽ ചില വസ്തുക്കൾ ശക്തിയേറിയ താൽക്കാലിക കാന്തങ്ങളായിട്ട് മാറുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതാണ്? സോഫ്റ്റ് അയൺ. സോഫ്റ്റ് അയൺ മേക്സ് മോർ സ്ട്രോങ് ടെമ്പററി മാഗ്നറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് എ പെർമനന്റ് മാഗ്നറ്റ്. അതേസമയം സ്റ്റീലോ, അതിന് കിട്ടിയ ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നിലനിർത്താനുള്ള കഴിവാണ് ആർക്ക് കൂടുതൽ? സ്റ്റീലിന് കൂടുതൽ. ആ ഒരു പ്രോപ്പർട്ടിക്ക് പറയും നിലനിർത്താനുള്ള കഴിവ്, കിട്ടിയ ആ ഒരു ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം റിട്ടൈൻ ചെയ്യാനുള്ള കഴിവെന്ന് പറയുന്ന പേരാണ് റീറ്റൻറ്റിവിറ്റി. റീറ്റൻറ്റിവിറ്റി കൂടുതൽ ആർക്കാണ്? സ്റ്റീലിനാണ്. അതുകൊണ്ട് പെർമനന്റ് മാഗ്നറ്റ്സ് നിർമ്മിക്കാനായിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഏത് പദാർത്ഥമാണ്? സ്റ്റീലാണ്. കൂടുതൽ ശക്തിയേറിയ താൽക്കാലിക കാന്തങ്ങൾ നിർമ്മിക്കാനോ? സോഫ്റ്റ് അയൺ അഥവാ പച്ചിരുമ്പാണ് കൂടുതൽ ശക്തിയേറിയ താൽക്കാലിക കാന്തങ്ങൾ നിർമ്മിക്കാനായി ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്ത പോയിന്റ് നമ്മൾ പഠിച്ചത് മാഗ്നറ്റിക് ഫീൽഡ്. എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്? ഒരു മാഗ്നറ്റിന് ചുറ്റും അതിന്റെ മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഏരിയയ്ക്ക് പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഇറ്റ് ഈസ് ദ ഏരിയ അറൌണ്ട് വിച്ച് ദ ഫോഴ്സ് ഓഫ് എ മാഗ്നറ്റ് ഈസ് എക്സ്പീരിയൻസ്ഡ്. പിന്നീട് നമ്മൾ പറഞ്ഞ എന്താണ്? ഒരു മാഗ്നറ്റിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അഥവാ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ് നമ്മൾ ഒരു മാഗ്നറ്റിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളപ്പം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാനും പഠിച്ചു. ഒരു മാഗ്നറ്റിന്റെ ഫീൽഡ് ലൈൻസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട്സ് ഫ്രം ദ നോർത്ത് പോൾ ആൻഡ് എൻഡ് ടുവേർഡ്സ് സൗത്ത് പോൾ ഔട്ട്സൈഡ് ദ മാഗ്നറ്റ്. ഇൻസൈഡ് ദ മാഗ്നറ്റ് ആണെങ്കിലോ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ സൗത്ത് പോൾ ആൻഡ് എൻഡ് ടു നോർത്ത് പോൾ. അതുപോലെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആർ മോർ അറ്റ് ദ പോൾസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.